അമേരിക്കയിൽ വഞ്ചിതരായ ഇന്ത്യൻ തൊഴിലാളികൾ സമരത്തിലേക്ക്. ഗസ്റ്റ് വർക്കർ പദ്ധതിയിൽ അമേരിക്കയിലെത്തിയ ഒരു സംഘം തൊഴിലാളികൾ വാഗ്ദാനം ചെയ്യപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതെ നരയിക്കുന്നു. ബുഷ് ഗവൺമെന്റിന്റെ വളരെ ഘോഷിക്കപ്പെട്ട ഒരു ഇമിഗ്രേഷൻ ഭേദഗതിയാണ് ഗസ്റ്റ് വർക്കർ പ്രോഗ്രാം സാധ്യമാക്കിയത്. ഈ പദ്ധതി അനുസരിച്ച് സിഗ്നൽ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് വഞ്ചിച്ചത്. വഞ്ചിതരായ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഇന്ത്യൻ അംബാസിഡർ റോണൻ സെന്നുമായി ചർച്ച നടത്തുകയും വൈറ്റ് ഹൗസിന് മുമ്പിൽ പ്രകടനം നടത്തുകയും ചെയ്ത ശേഷം ന്യൂയോർക്കിലെത്തി. അവരുമായി US റൗണ്ടപ്പ് സംസാരിക്കുകയുണ്ടായി. വിശദാംശങ്ങളിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് 300ഓളം തൊഴിലാളികൾ മനുഷ്യാവകാശങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അമേരിക്കയിൽ തൊഴിൽപരമായ വിവേചനങ്ങൾക്ക് ഇരയാവുമ്പോഴും നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം മാത്രം ബാക്കി. മിസിസിപ്പിയിലും ടെക്സാസിലുമായി പ്രവർത്തിക്കുന്ന സിഗ്നൽ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കായി കൊണ്ടുവന്ന 300ഓളം മലയാളികളുടെ ഭാവി ചോദ്യമായി മാറിയിരിക്കുന്നു. അവരിൽ കുറച്ചുപേർ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. എൻ്റെ പേര് എബി കെ രാജു. ഓക്കെ, ആകെ എത്ര വർക്കേഴ്സാണ് അവിടെയുള്ളത്? ഏകദേശം ഇന്ത്യയിൽ നിന്നും വന്ന 550ഓളം ഇന്ത്യക്കാരിൽ 300ഓളം മലയാളികൾ ഞങ്ങൾ മാത്രമുണ്ട്. അവിടുത്തെ ജോലിയുടെ കണ്ടീഷനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഒരു അടിമയെപ്പോലെ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ഇതിനെതിരെ ശബ്ദിക്കുകയും അവർ ഞങ്ങളെ അപ്പോഴെല്ലാം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 24 പേര് ഒരു റൂമിലെന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികൾ തന്നെ ഒരുമിച്ച്, അതോ ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്തുള്ള? എല്ലാം മിക്സ് ആയിട്ടാണുള്ള അക്കോമഡേഷനാണ് തന്നിരുന്നത്. മോശം സാഹചര്യമായിട്ടുള്ള ഈ അക്കോമഡേഷന് വേണ്ടി മാസം $1,050 അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിരുന്നു. ഞങ്ങൾ അനുഭവിച്ച അടിമത്തം മനസ്സിനെ അത്രത്തോളം ഒരു അരോചകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അടിമത്തമാണ് ഈ ഒരു വർഷം ഞങ്ങൾ അനുഭവിച്ചത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അതിനെപ്പറ്റി ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല. തമിഴ്നാട് സ്വദേശിയായ മുരുകൻ നമ്മളോടൊപ്പം ഉണ്ട്. മുരുകന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇവിടെ വരാൻ വേണ്ടി $20,000 എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളും പിന്നെ ഹൈ ഇൻട്രസ്റ്റ് പണം എടുത്താണ് ഇവിടെ എത്തിയത്. ഈ തൊഴിൽ പ്രശ്നത്തിൽ ഏതാണ്ട് 300ഓളം വരുന്ന മലയാളികളുടെ ഇടയിൽ ഒരു കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ സാബുലാൽ നമ്മളോടൊപ്പം ഉണ്ട്. സാബുലാൽ, മാർച്ച് 9 ആത്മഹത്യ ശ്രമം ഉണ്ടായിരുന്നല്ലോ, എന്താണ് അതിന് കാരണം? എല്ലാവരെയും പോലെ എൻ്റെയും ഒരു സ്വപ്നഭൂമിയായിരുന്നു അമേരിക്ക. ഗൾഫ് നാടുകളിൽ ഒരിക്കലും നമ്മളുടെ ജോലിയിൽ ഒരു അടിമത്തത്തിൻ്റേതായ ഒരു രീതി വരുന്നുണ്ടെങ്കിലും ഒരിക്കലും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫുകളിൽ അവർ ടച്ച് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ ഈ സ്വപ്നവുമായിട്ട് വന്നിറങ്ങിയ എനിക്ക് തുടക്കം തൊട്ട് തന്നെ വളരെ ദയനീയമായ ജീവിത രീതിയും സാഹചര്യങ്ങളും ഉണ്ടാവുകയും ഞാൻ അതിനെതിരെ സ്വാഭാവികമായും ശബ്ദമുയർത്തുകയും ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാരും അതേ ദുരിതം അനുഭവിക്കുകയും അവർ പട്ടിണി കിടക്കുകയും അടിമകളെ പോലെ ജീവിക്കുകയും ചെയ്തപ്പോൾ അവരോടൊപ്പം നിന്ന് ഞാൻ ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ കമ്പനി എന്നോടൊരിക്കൽ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് യുവർ ഇന്ത്യ, ദിസ് ഈസ് അമേരിക്ക. ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഇൻ ദിസ് കൺട്രി യു മസ്റ്റ് കീപ് ക്വയറ്റ്, ഷട്ട് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ. അതോടൊപ്പം അന്ന് വൈകുന്നേരം തന്നെ കമ്പനിയുടെ പ്രസിഡൻറ്റ് തൻ്റെ വക്കീലന്മാരുമായിട്ട് വന്നിട്ട് വളരെ ഘോരമായ രീതിയിൽ ഞങ്ങളോട് ഭീഷണി മുഴക്കി. എനിക്കൊരു വീട് വയ്ക്കുക എന്നുള്ള സ്വപ്നവുമായിട്ട് ഞാനുണ്ടാക്കിയ പണവും എൻ്റെ ഭാര്യയുടെ സ്വർണവും പിന്നെ കുറച്ച് ഭൂമി പണയപ്പെടുത്തിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കാശ് കൊടുത്തിട്ട് ഇവിടെ വന്നത്. മാർച്ച് 9 രാവിലെ അമേസ് ഹാളിലേക്ക് വരുമ്പോൾ വലിയൊരു കൂട്ടം ജനത്തെ ഞാൻ അവിടെ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു 3 പേരെ ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യജീവിയോട് കാണിക്കേണ്ട പരിഗണന, ലിബർട്ടി ആൻഡ് ജസ്റ്റിസ് ടു ഓൾ എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ അമേരിക്ക പോലുള്ള സ്വപ്നസുന്ദരമായ സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിൽ എനിക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മോഹങ്ങളുമായിട്ട് ഇവിടെ വന്ന ഞാൻ ലിബർട്ടി ആൻഡ് ജസ്റ്റിസ് അതെനിക്കിവിടെ വന്നതാൾ തൊട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ എന്നോട് പറഞ്ഞു, ഞാൻ ആകപ്പാടെ ഭയപ്പാടിലായി, എന്നെ കയറ്റി വിടും, അതുകൂടാതെ ഈ ആയുധധാരികളായ സെക്യൂരിറ്റി ഗാർഡുകൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി, ദയവായി എന്നെ കൈ കഴുകാൻ അനുവദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ പുറകിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡുകൾ ബഹളം വെച്ചുകൊണ്ട് എൻ്റെ പുറകെ ഓടി വന്നു. ബാത്റൂമിലേക്ക് കയറി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കൈ കഴുകുന്ന വഴി ഞാനവിടെ കണ്ട ബ്ലേഡ് എടുത്ത് എൻ്റെ റിസ്റ്റ് മുറിക്കുകയുണ്ടായി. കാരണം എനിക്ക് വെറും കൈയോടെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയില്ല. കാരണം ഞാൻ ഗൾഫിൽ എന്തെല്ലാം നേടിയെടുത്തോ, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടോ, അതെല്ലാം കളഞ്ഞു കുളിച്ച ഒരു വീട് പോലും വയ്ക്കാതെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒന്നുമില്ലാതെ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുന്ന ഒരവസ്ഥ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നെ തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ബ്ലേഡ് എടുത്ത് കൈമുറിക്കുകയായിരുന്നു ചെയ്തത്. ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴും കമ്പനിയിൽ നിന്നുള്ള എന്തെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായോ? നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നോ അങ്ങനെ എന്തെങ്കിലും? എന്നെ എൻ്റെ കൂട്ടുകാർ കണ്ടെത്തുകയും അവർ ആ രക്തമൊലിക്കുന്ന അവസ്ഥയിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും 3 ദിവസം ഞാൻ സിംഗിങ് റിവർ ഹോസ്പിറ്റൽ മിസിസിപ്പിയിലായിരുന്നു. പക്ഷേ കമ്പനിയുടെ യാതൊരു റെപ്രസെൻറ്റേറ്റീവ്സും എന്നെ വന്ന് കാണുകയോ ഇവിടുത്തെ നമ്മുടെ അംബാസഡർമാരോ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയോ ആരുമൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരെയും അതിനും ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ വന്ന് ഇറങ്ങിയാനാണ് ഞാനും. അതിനുവേണ്ടി ഏകദേശം $10,000 ഇവിടെ പേ ചെയ്ത് വന്നാണ്. അതിനുവേണ്ടി എനിക്ക് എൻ്റെ വീട് പണയം വയ്ക്കേണ്ടി വന്നു, വൈഫിൻ്റെ ഓർണമെൻറ്റ്സ് വെക്കേണ്ടി വന്നു. तो हम ये चाहते हैं कि इंडियन गवर्नमेंट हमारा साथ दे, हमारे को इस लड़ाई के अंदर सपोर्ट करे, क्योंकि हम भी
एक हिंदुस्तानी हैं। तो मैं उनसे कहना चाहता हूँ कि हम भी उन्हीं के देश के हैं, हम उनके भाई हैं, उन्हीं के घर में से हैं। उनको हमारे साथ होना चाहिए और हमारा सपोर्ट करना चाहिए। ഈ നീതിക്കായി നമുക്കിനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഈ സഹനത്തിൻ്റെ ഈ സമരത്തിൽ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് ഞാൻ അതിന് അപേക്ഷിക്കുന്നു. ഇന്ത്യയിൽ നിന്നെത്തിയ ഈ തൊഴിലാളികൾക്ക് ട്രാൻസ്ലേറ്ററായി വന്ന് ഇന്ന് അവർക്ക് താങ്ങും തണലുമായി മാറിയ വിൻസി ജേക്കബ് നമ്മളോടൊപ്പം ഉണ്ട്. വിൻസി, can you tell us more about these ongoing issues? Absolutely. കേസിന് ഒരു ഐഡിയയും ഇല്ലാതെ വന്നപ്പം പല സ്റ്റോറികൾ കേട്ടു. അമേരിക്കൻ സിറ്റിസണായിട്ടിരിക്കുന്ന ഞാൻ എൻ്റെ കൺട്രി ഇങ്ങനെ എൻ്റെ രാജ്യത്ത് വന്ന ആൾക്കാരോട് ഇങ്ങനെ ചെയ്യുന്നത് ഓർത്തപ്പം വളരെ സങ്കടം തോന്നി. ഈ തൊഴിലാളികൾ ഇപ്പോൾ ഒരു ലീഗലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവർക്കുണ്ടോ സോഫാർ? ലോയേഴ്സ് നല്ല കോൺഫിഡൻറ്റാണ്, നല്ല എവിഡൻസ് ഉണ്ട്. അവർ 2 കേസുണ്ട്. അവിടെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ട്രാഫിക് വിക്ടിംസ് ആയിട്ടും പിന്നെ ഇവിടെ വന്നപ്പം അവരുടെ എതിരെ ലേബർ ലോ ഒക്കെ വയലേറ്റ് ചെയ്ത 2 കേസായിട്ടുണ്ട്. സോ അത് രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം പോകുന്നത്. അമേരിക്കയിലുള്ള മലയാളികൾക്കോ മലയാളി സംഘടനകൾക്കോ ഇതിലെങ്ങനെ സഹായിക്കാൻ പറ്റും? ആദ്യം സഹായിക്കുന്നത് ഇത് സ്റ്റോറി കേട്ടിട്ട് ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞ് മറന്നു പോവാതിരിക്കുക. അമേരിക്കയിൽ മലയാളികൾക്ക് 100 കണക്കിന് സംഘടനകളുണ്ട്. ഈ മലയാളി സംഘടനകളെല്ലാം നീതിക്ക് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുമല്ലോ. US വീക്ക്ലി റൗണ്ടപ്പിന് വേണ്ടി ന്യൂയോർക്കിൽ നിന്നും CB ഡേവിഡ്.